ഏയ്, നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് കിടന്ന് ഉറങ്ങുന്ന എന്തു പറ്റി? എന്നിട്ട് ഉറങ്ങിയില്ലേ? ഒരു കാര്യം ഓർത്ത നീ ഇന്ന് പോയില്ലേ? ഞാൻ പോയില്ല, ഞാൻ കട്ടടിച്ചു. ഓ, അതിൻ്റെ പേരും പറഞ്ഞ് ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം കുഞ്ഞായിട്ടൊരു വഴക്ക്. ഊഫ്, ഇന്നത്തെ ദിവസം കളഞ്ഞു. ഞാനിപ്പോൾ എവിടെ പോകാൻ ഇറങ്ങിയാലും അവർക്ക് സംശയമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നിങ്ങളെപ്പറ്റി, എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ടോന്ന്. കണ്ടാൽ ആ പ്രാന്തൻ്റെ കൂട്ടുകൂടണമെന്നായിരിക്കും നിന്റെ കുഞ്ഞ് പറയാ. വേറെ നല്ലത് വല്ലതും അവരുടെ വായിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അവരങ്ങനെ പറയൂ, അവരങ്ങനെ ശീലിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ് എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ കുറച്ചായി വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണോ. ബസ് ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്തതുകൊണ്ടായിരിക്കും നീ ഇതുവരെ വരാത്തത്. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. നിങ്ങൾ ഈ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ നിങ്ങളെ മനഃപൂർവ്വം കാണാതിരിക്കുകയാണെന്ന്. ഒന്നാമത്തെ കാര്യം, എനിക്കവിടെ വീട്ടിൽ പിടിപ്പത് പണിയുണ്ട്. പിന്നെ നിങ്ങളെ കാണാനായിട്ട് വരണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ കണ്ണു പിടിച്ച് വേണം വരാൻ. ഇതെല്ലാം പോട്ട് ഇന്നേ വരാം ഒരു കാര്യമുള്ള കാര്യത്തിന് നിങ്ങളെന്നെ വിളിച്ചിട്ടുണ്ടോ? എന്നാ ഇപ്രാവശ്യം അങ്ങനല്ല, ഗൗരവമുള്ളൊരു കാര്യം പറയണം നിന്നെ വിളിച്ചത്. എനിക്കത് കേട്ടപ്പോഴേ തോന്നി എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിച്ച് കാണുമെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വിളിക്കാം, അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റി എവിടെയെങ്കിലും കൊണ്ടുപോകാം. ഇതിപ്പോൾ ഈ കാട്ടി കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവും, നിനക്ക് ഞാൻ പറയാനുള്ള പറഞ്ഞ് കേൾക്കുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാവും. ശരി, നിങ്ങൾ കാര്യം പറ. എനിക്കതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. അറിഞ്ഞൂടെന്നാ? ഞാനല്ലേ, വേറെ ആരും അല്ലല്ലോ. നിങ്ങൾ പറ. ഞാൻ പറയാൻ പോണ കാര്യം ലോകത്ത് ഒറ്റ ഒരുത്തരും വിശ്വസിക്കില്ല, ഒറ്റ ഒരുത്തരും. എനിക്ക് ഇത് നിൻ്റെ അടുത്തേ പറയാൻ പറ്റൂ, നീ എന്നെ വിശ്വസിക്കണം. നിങ്ങളിത് എന്തോന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഞാനല്ലേ ഉള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കും. നിങ്ങൾ പറ, ധൈര്യമായിട്ട് പറ, ഒരു കുഴപ്പം സംഭവിക്കില്ല. പറ. നിനക്കറിയാലോ കഴിഞ്ഞ 6 മാസം മുമ്പ് എനിക്കെന്താ സംഭവിച്ചതെന്ന്. എനിക്കൊന്ന് ചിരിക്കാനോ കരയാനോ ഒന്നിനും പറ്റിയില്ലായിരുന്നു. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി അതിനുശേഷം. അപ്പോഴേക്കും വല്ലാണ്ടങ്ങ് മടുത്തണം. ഓ, ഓർക്കാൻ കൂടി വയ്യ അതിനെപ്പറ്റി. എടാ മോനെ, നിനക്കറിയോ ഈ കയ്യിൽ ഞാൻ ബ്ലേഡും വെച്ചിരുന്നിട്ടുണ്ട്, മുറിച്ച് ചാവാൻ. ഒറ്റപ്പെടലിനെക്കാട്ടും ഭയപ്പെടുത്തുന്നൊന്നും ഇല്ലടേ. ഇടയ്ക്ക് നീ വരും, എത്ര നേരത്തേക്ക്. എനിക്ക് നിന്നെ പോലെ സംസാരിക്കാനോ വിളിക്കാനോ വേറെ ആരുമില്ല. ഓഹ്, വെറും ഒരു കെട്ട അവസ്ഥയിൽ കൂടെയാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്തോന്ന്? എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ആയാ? ഓ, ഞാൻ പറഞ്ഞുതരാം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. തുണിയെടുക്കാൻ ടെറസിൽ പോണ സമയത്താണ് അന്ന് ഞാൻ ആദ്യമായിട്ട് അയാളെ കാണുന്നത്. ഒരു കറുത്ത പാൻറ്റും ഷർട്ടും ഇട്ട ഒരാൾ വീടിൻ്റെ മുറ്റത്ത്. എന്നെ കണ്ട ഉടനെ അയാൾ കൈവീശി കാണിക്കാൻ തുടങ്ങി. ആരാ ആരാ എന്ത് വേണം? ആരാന്ന് ചോദിച്ചിട്ടില്ലേ? ആരാ? ഇയാളൊന്നും മിണ്ടൂലേ? ഓയ്, ഞാൻ പക്ഷേ അത് സീനാക്കിയില്ല. വല്ലവരും കൈ കാണിച്ചാൽ നമ്മളെന്തിനു ബേജാറാണ്. വേറൊരു ദിവസം ഞാൻ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അയാൾ വന്നത്. എന്തോ പെട്ടെന്ന് എനിക്കൊരു പേടി തോന്നി.
എന്തടാ നീ കുറെ ദിവസമായല്ലോ എൻ്റെ പുറകെ കിടക്കുന്നു. എന്തേനക്ക് എന്തേലും ഒന്ന് പറടാ. ഇനി മേലെ എൻ്റെ പുറകെ കണ്ടുപോലും. അയാൾ ആരാണെന്നോ എന്താണെന്നോ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ അയാളുണ്ട്. ആദ്യമൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ അതൊരു ശീലമായി. സത്യം പറഞ്ഞാൽ അവ എനിക്ക് ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ. പക്ഷെ ആരും ആവാതിരുന്നാൽ മതിയായിരുന്നു. കാര്യം ഞാൻ ആരൊക്കെയോ ആണെന്ന് വിചാരിച്ചവരെല്ലാം എന്നെ വിട്ട് പോയിട്ടേ ഉള്ളൂ. എന്നും കണ്ട് കണ്ട് എനിക്ക് അയാളോടൊന്ന് മിണ്ടാൻ തോന്നി. ഡോ, തനിക്ക് ചായ വേണോ? കഴിഞ്ഞ 2-3 ദിവസമായി ഞാൻ തന്നെ പറ്റി ആലോചിക്കുന്നു. സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ അന്വേഷിക്കുന്നത് തന്നെയാണ്. താൻ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ. അറിയാൻ വേണ്ടി ചോദിക്കുക, താൻ എന്തിനാണ് എൻ്റെ പുറകെ കിടക്കുന്നത്? തന്നെപ്പറ്റി എനിക്ക് വല്ലതും അറിയാൻ പറ്റുമോ? തനിക്ക് മിണ്ടാൻ പറ്റും എന്നെനിക്കറിയാം. മനഃപൂർവ്വം മിണ്ടാത്തല്ലേ? ശരിയെന്നാ താൻ മിണ്ടണ്ട. തനിക്ക് ഇട്ടിട്ട് പോയവരുടെ കൂട്ടത്തിൽ ഒരാളെയും കൂടെ ചേർക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഇറങ്ങും, പൊക്കോ, ഇനി ഇങ്ങോട്ട് വരണ്ട. പിറ്റേ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ശരിക്കും ഭ്രാന്തായ ഒരവസ്ഥ.
ഇതുവരെയെങ്കിലും നീ എന്നൊന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോടാ? ഒന്ന് ഓർത്ത് കരയാൻ കൂടി ആരുമില്ലാത്ത അവസ്ഥയെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ചാവാൻ തോന്നിയ. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. കാര്യം കൂട്ടിനിപ്പോൾ താനുണ്ടല്ലോ. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നടാ. കയ്യിൽ നിന്ന് പോയെല്ലാം തിരിച്ച് കിട്ടിയെന്ന് വിചാരിച്ച് പതിയെ ഞാൻ പ്രതീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളവരുടെ മണ്ടയ്ക്കാണല്ലോ എപ്പോഴും കൊട്ട് കിട്ടുക. നീ അങ്ങോട്ട് പോയി നോക്കിയാണ്. പെരുന്നാളിൻ്റെ തലേന്ന് ഞങ്ങൾ മാർക്കറ്റിൽ പോയ അന്നാ ഞാൻ അവനെ അവസാനമായി കാണുന്നത്. കുറേ നേരം ഞാൻ അവനെയും കാത്തു നിന്നു. പക്ഷെ കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ വീട്ടിൽ പോയി കാണുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പം എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. ഇരുട്ടുന്നത് വരെ ഞാൻ അവനെയും കാത്തിരുന്നു. ഒരുപാട് നേരമായപ്പോൾ പിന്നെ എനിക്ക് മടുപ്പായി. എത്രയെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക. ഒറ്റയ്ക്കുള്ള ജീവിതം മടുപ്പുള്ളതാടാ, പേടിപ്പെടുത്തുന്നത്. അവൻ സ്ഥിരം വരാറുള്ള സ്ഥലത്തെല്ലാം ഞാൻ പോയി നോക്കി. ആരുമില്ല, എങ്ങുമില്ല. അഞ്ചാറ് ദിവസം ഞാൻ അവനെ നോക്കിയിരുന്നു. ആരും വന്നില്ല. അവനെപ്പറ്റി ഒരു വിവരവുമില്ല. എനിക്ക് ഉറപ്പായി അവനെന്തോ അപകടം പറ്റിയെന്ന്. എന്ത് ചെയ്യണമെന്ന് പോലും
എനിക്കറിഞ്ഞൂടായിരുന്നു. ഞാൻ വീണ്ടും ആ പഴയ വിഷമത്തിലോട്ട് പോയി. ആ വിഷമത്തിൽ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്വപ്നം കണ്ടു. കുറേ കിളവന്മാർ അവനെ കൊന്ന്, എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു കുഴിയിലിട്ട് മൂടി. ആ കുഴിച്ച സ്ഥലം അതെവിടെയാണെന്നറിയോ? ഇതോ അവിടെ. എന്തോന്ന്? എടാ അവനവിടെ കുഴിച്ചിട്ടേക്കണ്ടാ. നിങ്ങൾക്ക് എന്തോ ഈ പറ്റിയത്? നിങ്ങളെന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? എടാ എടാ നില്ലടാ. എടാ പറയണേക്കടാ. എടാ നിക്ക്, നീ എങ്ങോട്ട് പോകും? പിന്നെ നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? എടാ ചെറുക്ക, ഒന്ന് വിശ്വസിക്കന്നെ, ഇത് ശരിക്കും നടന്നതാ. ശരി, ഇതെല്ലാം ഉള്ളതാ. ഇപ്പം എന്ത് വേണം? എടാ നമുക്ക് അവിടെ ഒന്ന് കുഴിച്ചു നോക്കാം. എന്റെ ദൈവമേ, അവിടെ ഒരു മാങ്ങാത്തൊലിയും ഇല്ല. എടാ എന്നെ ഒന്ന് വിശ്വസിക്കടാ, എനിക്ക് പറയാൻ വേറെ ആരും ഇല്ല. പറ്റൂല, എനിക്ക് ഈ കോപ്പറത്തിന് കൂട്ട് വയ്ക്കാൻ. എടാ ഞാൻ പറയണമെന്ന് നമ്പ്. എനിക്ക് വേറെ ആരും ഇല്ല ഇത് പറയാൻ. എടാ അവൻ പോയ അന്നോട്ട് ഞാൻ തീയിലാ നിൽക്കുന്നത്. എൻ്റെ മനസ്സമാനത്തിന് ഒന്ന് പ്ലീസ്. എനിക്കിത് പറയാൻ. ശരി, ഞാൻ വരാം. വെള്ളം. എടാ വെള്ളം. എടാ തളന്നാ മാറ്. തേങ്ങ മാറങ്ങോട്ട്. ഇവിടെ ഒരു കോപ്പുമില്ല. നിങ്ങളത് ഞാൻ പറഞ്ഞു, ഇത് മുഴുവൻ നിങ്ങൾക്ക് തോന്നിയതാണെന്ന്. നിങ്ങൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ല. ഇത് ശരിയാവില്ല. ഇത് കാണിച്ചേ പറ്റൂ. ശരിയാക്കണം. ഞാൻ അന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഏതെങ്കിലും നല്ല ഡോക്ടറിനെ ചെന്ന് കാണിക്കാൻ. എന്നിട്ട് ഇത്രയും കോപ്രായം കാണിച്ചു വെച്ചപ്പോൾ സമാധാനമായാ? നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എടാ നോക്കടാ അങ്ങോട്ട്, നോക്കടാ, കണ്ണൂറ് നോക്കടാ. അവ അവിടെ നിക്കണ. എടാ പട്ടി കഴിവരുടെ മോനെ നോക്കടാ അങ്ങോട്ട്. എവിടെ? ആര്? എടാ അവ അവിടെ നിക്കണേനെ കണ്ടൂടെ? ഓ, അവിടെ എൻ്റെ അച്ഛൻ നിൽക്കുന്നു. എടാ പോടാ. ചേട്ടാ, നിങ്ങൾ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? ഈ ഭ്രാന്ത് നിർത്തോ? അതെടാ എനിക്ക് ഭ്രാന്താടാ, ഞാൻ ഭ്രാന്തനാടാ. എടാ നീ ഷൂട്ടിൻ്റെ കാര്യം എന്തെങ്കിലും നോക്കിയാ? എടാ എല്ലാം ഞാൻ തന്നെ നോക്കണമെന്ന് പറഞ്ഞാ. ലൊക്കേഷനോ അത് പിന്നെ ആരും നോക്കും? എടാ എടാ അതൊക്കെ ബാക്കിയുള്ളവരില്ലേ, അവരുടെ കൊടു. എടാ
ആ ഇനി എന്തൊക്കെ ഉണ്ട് ചെയ്യാൻ ബാക്കി? ഏ ഓ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ലൊക്കേഷൻ നോക്കാൻ നിൽപ്പുണ്ട്. ഞാൻ ഈ സ്ഥലമൊക്കെ നോക്കിയിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം. ആ ഞാനിത് നോക്കട്ടെ. ശരി, ഓക്കെ. ഇതെന്നാ ഇത്? Ah!